കൂട്ടുകാർക്കിടയിലെ ദിലീപേട്ടന്റെ വട്ടപ്പേരെന്താണ്? ഇരട്ടപ്പേര് കോളേജ് പഠിക്കുന്ന സമയത്ത് കോവാല. പക്ഷെ അങ്ങനെ ആരെങ്കിലും വിളിക്കോ? ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ പലരും ദിൽ, ദിലു അങ്ങനെയൊക്കെ ഉള്ള പേരുകളാണ്. ഇതൊക്കെ വിളിക്കാം. ഇനി നമ്മൾ മിമിക്രി ചെയ്ത് തുടങ്ങുന്ന സമയത്ത് ദിലീപേട്ട, നമ്മൾ ഏറ്റവും ആദ്യം ഒരാളെ അനുകരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ കോൺഫിഡൻസ് അവിടെ നിന്നാണല്ലോ തുടങ്ങുക. അപ്പൊ ദിലീപേട്ടൻ ഏറ്റവും ആദ്യം അനുകരിച്ച ആള്, അതിനുശേഷം കോൺഫിഡൻസ് ബിൽഡ് ചെയ്ത് അനുകരിച്ച ഒരാള്? ഇല്ല, ഞാൻ ആദ്യം അനുകരിച്ചത് ഒന്ന് സ്കൂളിലെ 2 സാറുമാരെ തന്നെയാണ്. എൻ്റെ അച്ഛനെ പഠിപ്പിച്ച ഒരു സാറ് എന്നെ പഠിപ്പിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. മലയാളം പഠിപ്പിച്ച കരുനാഗപ്പള്ളി സാറും പിന്നെ ഞങ്ങളുടെ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ഗോവിന്ദൻകുട്ടി സാറുണ്ടായിരുന്നു. ഈ ഗോവിന്ദൻകുട്ടി സാറിനെ ഇമിറ്റേറ്റ് ചെയ്താണ് ഞാനന്ന് സ്കൂളിൽ വെറുതെ തമാശക്കൊരു ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് അങ്ങനെ ആ സമയത്ത് വലിയ മിമിക്രിയും ഇതൊന്നുമില്ല. സാറിൻ്റെ ചില ചേഷ്ടകൾ കാണിച്ചു. പിന്നീട് ഞാൻ കേട്ടത് ജയറാമേണ്ണനും അദ്ദേഹത്തെ ഇമിറ്റേറ്റ് ചെയ്താൽ വന്നിരുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അവിടെ പെരുമ്പാവൂർ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ആയിരുന്നു. അതിനുശേഷമാണ് ഇവിടെ വന്നത്. കണക്ഷൻ ഞങ്ങള് ഒരേ സാറിനെ പണി കൊടുത്തിട്ട് വന്ന ആൾക്കാരുള്ള കണക്ഷൻ കൂടി ഉണ്ട്. അറിഞ്ഞില്ല കേട്ടോ. അല്ല, ഇപ്പൊ കല്യാണത്തിനൊക്കെ പോയിട്ടില്ലായിരുന്നു ചക്കിയുടെ? നമ്മൾ ചെന്ന് കഴിയുമ്പോൾ നിങ്ങൾ പല ഇത് എത്ര ദിവസത്തെ കല്യാണമായിരുന്നു ദിലീപേട്ട? ഞാൻ അത് കണ്ടു. കല്യാണം ഇന്നുണ്ട്, റിസപ്ഷൻ നടന്നുകൊണ്ടിരിക്കുക പാലക്കാട്. അപ്പൊ ഇത് കേരളം മുഴുവൻ നടന്നിട്ടുള്ള റിസപ്ഷൻ ആണ്? സ്ഥലത്തുണ്ട്. ഇത് പല ഹോട്ടലായോണ്ട് മനസ്സിലായില്ല. ആദ്യത്തേത് എവിടെയായിരുന്നു? ആദ്യം തുടങ്ങിയത് നമ്മള് ഹയാത്തില് തൃശ്ശൂരില്. സംഗീത് അങ്ങനെ ഭയങ്കര രസമുള്ള പരിപാടിയായിരുന്നു. ഞങ്ങള് കാണുന്നുണ്ട് ഫോട്ടോ വീഡിയോ. പിന്നെ ജയറാമേന്റെ ഒരു കോമഡി, ജയറാമേട്ടനും കണ്ണനെ കൂടിയുള്ള ഒരു കോമഡി ആയിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര രസമായിരുന്നു അത്. പിന്നെ അത് കഴിഞ്ഞ് കല്യാണം ഗുരുവായൂരിൽ പോയി. പിന്നെ അത് കഴിഞ്ഞ് തിരിച്ച് ഹയാത്തില് കെട്ട് ഗുരുവായൂർ, കല്യാണം. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം റിസപ്ഷൻ കൊച്ചി ഹയാത്തില്. അത് കഴിഞ്ഞ് തൃത്വ അവന്റെ ടാറ്റയുടെ അവിടെ ഉണ്ടായി. പിന്നെ അത് കഴിഞ്ഞ് ഇന്ന് പാലക്കാട്. ഇനി തമിഴ്നാട്ടിലും ഉണ്ടോ? എവിടേക്കാ പോകും ഇനി? ഇതൊരു 1.5 കല്യാണം ആഘോഷിക്കട്ടെപ്പാ. അത് സന്തോഷമുള്ളൂ. നല്ല നല്ല ഉടുപ്പുകളും സാരിയും കാണാലോ. പക്ഷെ എന്റെ ചോദ്യത്തിലോട്ട് വരുന്നല്ലേ ഉള്ളൂ. അപ്പൊ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഇപ്പൊ പല പരസ്യങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട്, ഒരു അച്ഛന്റെ ഏറ്റവും വലിയ സ്വപ്നം മകളുടെ വിവാഹമാണെന്നൊക്കെ പോലത്തെ പരസ്യങ്ങൾ കണ്ടിട്ടുണ്ട്. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ദിലീപേട്ടന്റെ മനസ്സിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ 2 പെൺകുട്ടികളാണ്, പ്ലാൻ ചെയ്യണം എന്ന് വന്നു? അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ അവിടെ ചെന്നപ്പോ എല്ലാവരും പറഞ്ഞു, എങ്ങനെയാണ് നമ്മള് മമ്മൂക്കയാണ് വന്നോണ്ടേ, എന്നാണ് ഒരു കല്യാണം ഇനി? ഞാൻ പറഞ്ഞു തൽക്കാലം ഞാൻ നിർത്തിയേക്കാം. എന്റെ എല്ലാ കല്യാണത്തിനും എന്നെ ആളാണ് മമ്മൂക്ക. അല്ല, നന്നായി ദിലീപേട്ടൻ, അത് വളരെ നന്നായത്. ഞാൻ പറഞ്ഞു നിർത്തി. ഇവളെയാണ് കാരണം മമ്മൂക്ക കണ്ട ഉടനെ നീ തൂങ്ങണ്ടോ എന്ന് ചോദിച്ചു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവളുടെ കൈ തൂങ്ങി കിടക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട് അമേരിക്കയിൽ പോയപ്പോൾ. അപ്പൊ ഇവളോട് ചോദിക്കാം. അപ്പൊ ഇവള് ഡോക്ടറായി വന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു സന്തോഷം അതൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിച്ച. കല്യാണം എന്ന് പറഞ്ഞത് അവര് എപ്പോൾ തീരുമാനിക്കണമെന്നുള്ളതാണ്. കാരണം നമുക്കിപ്പോൾ അവരോട് പോയിട്ട് ഇയാളെ തന്നെ നീ കല്യാണം കഴിച്ചോളും നാളെ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതാണ് തിരിച്ചെങ്ങാനും വല്ല ചോദ്യം ചോദിച്ചാലോ വിചാരിച്ചിട്ട്. അപ്പൊ അതുകൊണ്ട് നമ്മള് നീ ആരാന്ന് വെച്ചാ പറ, നമ്മള് സപ്പോർട്ട് ചെയ്യാ എന്നല്ലാണ്ട് എന്ത് പറയാന്.